തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലാണ് രാഷ്ട്രീയ കേരളം. വികേന്ദ്രീകരണ ആസൂത്രണത്തിൻ്റെ 20ാം വർഷത്തിലാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ്. പ്രാദേശിക വികസനം തന്നെയായിരിക്കും ഇക്കുറിയും പ്രധാന രാഷ്ട്രീയ അജണ്ട. ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനം. കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രമുഖമായ ചില പഞ്ചായത്തുകൾ നടപ്പാക്കിയ മാതൃകാപരമായ പദ്ധതികളിലൂടെ ഒരന്വേഷണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വികസന ഭരണത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ഉയർത്തുക എന്നതായിരുന്നു വികേന്ദ്രീകരണ ആസൂത്രണത്തിന്റെ ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആസൂത്രണത്തിന് തുടക്കം കുറിച്ചു. ജനകീയാസൂത്രണ പ്രസ്ഥാനം വ്യവസ്ഥാപിതവും കേന്ദ്രീകൃതവുമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തു. ഗ്രാമസഭകളും പ്രാദേശിക വികസന ചർച്ചകളും ലോകത്തിന് തന്നെ മാതൃകയായി. എല്ലാം വിപണിവത്കരിച്ച ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് തന്നെയാണ് കേരളത്തിലെ ഗ്രാമങ്ങൾ പോലും ജനകീയ വികസനത്തിന്റെ ആസൂത്രണ മാതൃകകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പശ്ചാത്തല സൗകര്യ വികസനത്തോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും ഉൽപാദന മേഖലയിലും മികവ് തെളിയിക്കുവാൻ ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടായത് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ മാത്രമാണ്, രാഷ്ട്രീയാധികാര വികേന്ദ്രീകരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയാധികാര വികേന്ദ്രീകരണത്തിലൂടെ മാത്രം താഴെത്തട്ടിൽ വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയില്ല. അത് തിരിച്ചറിഞ്ഞതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ജനകീയാസൂത്രണത്തിലൂടെ ഈ സർഗാത്മകത പൂർണ്ണമായിട്ടുണ്ടാകാൻ 3 ഘടകങ്ങളും കൂടി നമ്മൾ വിഭാവനം ചെയ്തു. പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ ഒപ്പം അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആസൂത്രണ വികേന്ദ്രീകരണമാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്രീകൃത ആസൂത്രണം വിട്ട് ആസൂത്രണം വികേന്ദ്രീകരിക്കാമെന്ന സങ്കല്പം ഉണ്ടായത്. അപ്പോൾ അത് വികേന്ദ്രീകരിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ പങ്കാളികളാകും, സർഗാത്മകമായിട്ടുള്ള ജനാധിപത്യ ഭരണകൂടം താഴെ വരും. അങ്ങനെ ആസൂത്രണം വികേന്ദ്രീകരിക്കുമ്പോൾ അതിന് ആവശ്യമായ സമ്പത്തും താഴെത്തട്ടിലുള്ള ഭരണകൂടത്തിന് ഉണ്ടാകണം. അതുകൊണ്ടാണ് 3ാമത്തെ ഘടകമായിട്ടുള്ള സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം കേരളത്തിൽ നടപ്പിലാക്കിയത്. രാഷ്ട്രീയ ഇച്ഛാശക്തിയും നേതൃപാഠവും ജനകീയ പങ്കാളിത്തവും ഉണ്ടെങ്കിൽ പരിമിതികളെ അതിജീവിച്ച് പുതിയ വികസന മാതൃകകൾ സൃഷ്ടിക്കുവാനാകുമെന്ന് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം കേരളത്തിൻ്റെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സാധാരണ നിലയിൽ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ഒരു സംഗതിയാണ്. അത് പ്രത്യേകമായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ചില മേഖലകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ എണ്ണത്തിലും വലിപ്പത്തിലും ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം, ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള കുറവ്, കേരളത്തിലെ സാനിറ്റേഷൻ രംഗത്ത് പ്രത്യേകിച്ചും കക്കൂസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഗാർഹിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റം, കുടിവെള്ള വിതരണം, വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം, തെരുവുവിളക്കുകളുടെ വ്യാപനം എല്ലാ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം, അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കൈമാറിയ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള മാറ്റം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ 20 വർഷത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരുപക്ഷെ അതിനു മുമ്പുള്ള 30-40 വർഷത്തെ അനുഭവത്തേക്കാൾ ഇരട്ടി നേട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഭരണകേന്ദ്രം ജനകീയവും ജനോപകാരപ്രദവുമാക്കുക എന്നതാണ് പ്രാഥമിക ദൗത്യം. ഫ്രണ്ട് ഓഫീസ് സംവിധാനം മുതൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾ വരെ ഇത്തരത്തിൽ മാറ്റിയെടുത്ത അനുഭവങ്ങളുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം നിർബന്ധമാക്കുന്നതിന് മുൻപ് തന്നെ ജനസേവന കേന്ദ്രം തുടങ്ങി മീനങ്ങാടി മാതൃകയായി. സ്വകാര്യ പങ്കാളിത്തത്തോടെ റോഡുകളും ബസ് സ്റ്റാൻഡും നവീകരിക്കുകയും കാലങ്ങളോളം ടോൾ പിരിവിനുള്ള അനുമതി കൊടുക്കുകയും ജനങ്ങൾ നിരന്തരം ചൂഷണത്തിന് ഇരകളാകുകയും ചെയ്യുന്ന കാലത്താണ് സ്വന്തമായി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് മീനങ്ങാടി മാതൃകയാകുന്നത്. ഭിന്നശേഷിക്കാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് പോലും ഇവിടെ പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് 15 വർഷത്തെ വിഷനും 5 വർഷത്തെ പദ്ധതിയും തയ്യാറാക്കുന്നതിന് വേണ്ടി സമഗ്രമായി
ഏകദിന ഗ്രാമസഭകൾ നടത്തിയിരുന്നു. അപ്പോൾ ആ ഗ്രാമസഭയിലൂടെ ഞങ്ങൾ ഒരുമയോടെ മികവിലേക്ക് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തവും പ്രാദേശിക വൈദഗ്ധ്യവും സംയോജിപ്പിച്ചുള്ള പദ്ധതികൾ വലിയ വിജയം കണ്ടു. കുടുംബശ്രീയെ ഉൽപാദന മേഖലയുമായി കോർത്തിണക്കി പുതിയ തൊഴിൽ സംരംഭങ്ങളും വിവിധയിടങ്ങളിൽ ഉയർന്നു വന്നു. 450 ഹെക്ടറിൽ പൈനാപ്പിൾ കൃഷിയുള്ള പഞ്ചായത്താണ് മണീട്. എന്നാൽ വിളവെടുപ്പിന് ശേഷം ഉപയോഗശൂന്യമായ പൈനാപ്പിൾ ചെടിയുടെ നിർമ്മാർജ്ജനം കർഷകന് വലിയ ബാധ്യതയാണ്. കത്തിച്ചു കളഞ്ഞോ മാരകമായ രാസലായനികൾ ഉപയോഗിച്ചോ ആണ് നശിപ്പിക്കുന്നത്. ഇത് അന്തരീക്ഷ മലിനീകരണത്തിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. എന്നാൽ ഇങ്ങനെ പാഴാക്കി കളയുന്ന ചെടിയുടെ നാരുകൾ വേർപെടുത്തിയെടുത്ത് വൈവിധ്യങ്ങളായ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുണ്ടാക്കാം. ഇത്തരം നാരുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബാഗുകൾ, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, മറ്റ് ആഡംബര വസ്തുക്കൾ ഇവയ്ക്കെല്ലാം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണ്. അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നൂലുൽപാദന കേന്ദ്രം തുടങ്ങി മണീട് പഞ്ചായത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി. എക്കാലത്തെയും മാലിന്യ പ്രശ്നത്തിന് പരിഹാരവും നിരവധി പേർക്ക് സ്ഥിരവരുമാനവും ഉറപ്പാക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടു പോകുന്ന ഈ പൈനാപ്പിളിൻ്റെ ഇല സംസ്കരിച്ച് അതിൽ നിന്ന് ഫൈബർ വേർതിരിച്ചെടുത്തുകൊണ്ട് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുവാനും അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായി വരുന്ന ബയോഗ്യാസും അതുപോലെ തന്നെ ജൈവവളവും ഈ ബാക്ടീരിയയുടെ ആൻറ്റിറോബിക് പ്രോഗ്രാമിലൂടെ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ലഭ്യമാകുന്ന ജൈവവളം ഏറ്റവും ഗുണമേന്മയുള്ളതാണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ലഭിക്കുന്ന ബയോഗ്യാസ് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി CSIR NIST എന്ന് പറയുന്ന ശാസ്ത്ര ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഒരു മെത്തേഡ് അത് കുടുംബശ്രീ സഹകരണത്തോടെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അതിൻ്റെ ഒരു പൂർണ്ണമായ പ്രവർത്തനത്തിലേക്ക് കാരണം എത്തുന്നേ ഉള്ളൂ. പൂർണ്ണമായ പ്രവർത്തനങ്ങളിലേക്ക് കാരണം എത്തുക വഴി ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ പ്ലാന്റ് അത് വിപുലീകരിക്കുവാനും വൻ വ്യാവസായികമായി ഇതിനെ കൊണ്ടുപോകാനും കഴിയുമെന്ന ഒരു ചിത്രമാണ് മുൻപിലുള്ളത്. എടവക പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീകളുടെ കുടനിർമ്മാണ യൂണിറ്റും പ്രാദേശിക സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ്. ഒരാൾ ഒരു ദിവസം 25 കുട മുതൽ 50 കുട വരെ നിർമ്മിക്കും. 12 പേരുണ്ട്. അപ്പം 250 മുതൽ 500 രൂപ വരെ ഒരു ദിവസം കൂലിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് 5000 മുതൽ 10000 വരെയാണ് ഓരോ വർഷം ഞങ്ങൾ വിറ്റഴിക്കുന്നത്. പ്രധാനമായും വിറ്റഴിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഓപ്പൺ ടെൻഡർ എന്ന ടെൻഡറിൽ മത്സര കരാറിൽ ഞങ്ങൾ മറ്റ് കമ്പനിക്കാരെ പോലെ മത്സരിച്ച് ഫസ്റ്റ് വാങ്ങിച്ചിട്ടാണ് കുട വിതരണം ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള കൂലി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ 28 ലക്ഷം രൂപ മാനന്തവാടി ഫാർമേഴ്സ് സർവീസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം ചെയ്യുന്നത്. 1.25 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റാണ് തന്നത്. ഞങ്ങൾ ആ 28 ലക്ഷം രൂപയും 12% നിരക്കിലാണ് പലിശ. അപ്പോൾ 28 ലക്ഷം രൂപ ലോൺ അടച്ചു കഴിഞ്ഞു. അതിൻ്റെ പലിശയും അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ യൂണിറ്റിൻ്റെ ലാഭം ഉപയോഗിച്ചിട്ടാണ് കുട നിർമ്മിക്കുന്നത്. തൃശൂരിലെ അടാട്ട് പഞ്ചായത്തിലെ പ്രിയദർശിനി കേരശ്രീ യൂണിറ്റ് 10 വർഷമായി വിജയകരമായി പ്രവർത്തിക്കുന്നു. പഞ്ചായത്തിലെ കേര കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് വെളിച്ചെണ്ണയാക്കി വിപണിയിലെത്തിക്കുന്നു. കലർപ്പില്ലാത്ത ഇവരുടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. കേര കർഷകർക്കും വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്.
അതിൽ 1 ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് കിട്ടി ഞങ്ങൾക്ക്. 1 ലക്ഷം രൂപ 5 വർഷമാകുമ്പോഴേക്കും തിരിച്ചടച്ചു. ഇപ്പോൾ ഒരുവിധം നല്ല നിലയ്ക്ക് നീങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ, ഏറ്റവും നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഈ കേരശ്രീ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എത്രയോ അകലെന്നൊക്കെ ആൾക്കാർ ഈ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നു. എന്താ വെച്ചാൽ മായമില്ലാത്ത വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 10 രൂപ കൂടുതൽ എടുത്തിട്ട് വിറ്റാലും വാങ്ങിക്കൊണ്ടുപോകണവർ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പൈസ എടുത്താലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഇതേപോലത്തെ വെളിച്ചെണ്ണ തന്നാൽ മതി എന്നാണ് പറയണത്. അത്രയും നല്ല വെളിച്ചെണ്ണയാണ്. വലിയ വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത കോഴിക്കോട് ജില്ലയിലെ കായണ്ണ പഞ്ചായത്തും പരിമിതികളെ അതിജീവിച്ച് പല പദ്ധതികളും നടപ്പാക്കി. ഗ്രാമീണ പാർക്ക് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ കാലത്ത് കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായ ആളുകളൊക്കെ വ്യായാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട് നടത്താൻ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാംസ്കാരിക പരിപാടികളൊക്കെ നടന്നു വരികയാണ്. ഇപ്പം തന്നെ ഇതൊരു മനോഹരമായ ഒരു പാർക്കുണ്ടാക്കി വിശ്രമത്തിന് വേണ്ടി മാറ്റുക എന്നതിലുപരി ഗ്രാമപഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന ഒരു മാർഗമായി കൂടി ഇത് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇപ്പം 1000 ഉറുപ്പികയാണ്. 1000 ഉറുപ്പിക ഒരു ദിവസം ഓപ്പൺ സ്റ്റേജ് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ഇപ്പം തന്നെ 8-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. 5 പരിപാടികൾക്ക് കൂടെ ഇപ്പം ബുക്കിംഗ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ സാമ്പത്തികമായി നിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തിനെ സാമ്പത്തിക ഭദ്രത കൈവരുത്താൻ കൂടി ഈ നഗരി പ്രയോജനപ്പെടുകയാണ്. എറണാകുളത്തെ മണിയിടും കണ്ണൂരിലെ ചെമ്പിലോടും നിരവധി ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. അവാർഡ് തുക കൊണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ പണിത കഥയുമുണ്ട് ചെമ്പിലോടിന്. പതിനെട്ട് അവാർഡുകൾ ഇവിടെ ലഭിച്ചിട്ട്, മറ്റൊന്ന് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1,07,45,000 ഉറുപ്പിക നമുക്ക് സമ്മാനമായ അവാർഡ് ഇനത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഫണ്ട് തികച്ചും നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കുക ചെയ്യും. അതിൽ എടുത്തു പറയാൻ ഇപ്പം നമ്മൾ ആലോചിക്കുന്ന 50 ലക്ഷം ഉറുപ്പികയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ ചക്കരക്കല്ല് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും ആക്കിയിട്ടുണ്ട്. കഴിച്ച് ബാക്കിയെല്ലാം വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒട്ടനവധി അവാർഡ് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരെ സമീപിച്ചാലും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചാലും നമുക്ക് പ്രത്യേകമായി സംഖ്യ അനുവദിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാംസ്കാരിക കായിക രംഗങ്ങളിലും വ്യത്യസ്തവും പുതുമയുള്ളതുമായ പദ്ധതികൾ പലയിടത്തുമുണ്ടായി. നാദാപുരം പഞ്ചായത്തിന്റെ രാജ്യാന്തര നിലവാരമുള്ള ഇൻഡോർ സ്റ്റേഡിയം 100 കണക്കിന് കായിക താരങ്ങൾക്ക് പരിശീലനത്തിനുള്ള ഇടമാണ്. നാദാപുരം വോളിബോളിൻ്റെ ഈറ്റില്ലമാണ്. നിരവധി വോളിബോൾ താരങ്ങൾ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് നാദാപുരം. ഈ മേഖലയിൽ പഴയ കാലത്ത് വയലേലകളും ഒഴിഞ്ഞ പറമ്പുകളും ഒക്കെ കളിക്കാനായി ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം തന്നെ കെട്ടിട നിർമ്മാണം വന്ന് ആ സ്പോർട്സിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അതും മഴക്കാലത്താണെങ്കിൽ ഈ കളി പ്രോത്സാഹിപ്പിക്കാനോ പരിശീലിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പഞ്ചായത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തെപ്പറ്റി ചിന്തിച്ചത്. അപ്പോൾ പഞ്ചായത്തിന് സ്വന്തം സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിൽ പഞ്ചായത്ത് വില കൊടുത്ത് സ്ഥലം വാങ്ങിച്ചു. വിവിധ ഏജൻസികളിലൂടെയും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 3 കോടിയിലധികം രൂപ ചെലവിൽ മനോഹരമായ
ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിതു. സ്ത്രീകളുടെ കലാസംഘങ്ങളും പലയിടത്തും രൂപീകരിക്കപ്പെട്ടു. എടവകയിലെ ശിങ്കാരിമേള സംഘത്തിന് ഇപ്പോൾ നല്ല തിരക്കാണ്. ചെണ്ട മേടിക്കുക എന്നുള്ളത് പല കുടുംബത്തിനും സാധിക്കാത്തൊരു അനുഭവമാണ്. അന്നേരം പഞ്ചായത്തുകാരോട് പറയുകയും അവർ പ്രസിഡന്റ് മുഖാന്തരം നമുക്ക് പ്രൊജക്റ്റ് അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ആശാൻ്റെ സതീശ് എന്ന് പറഞ്ഞ ആശാൻ്റെ കീഴിൽ 6 മാസം അഭ്യസിക്കുകയും അരങ്ങേറ്റം കുറിക്കുകയും അതിലൂടെ നമുക്ക് നല്ല പരിപാടി പോവുകയും ചെയ്തു. ഒരു ദിവസം എന്തായാലും നമ്മൾ കിട്ടുവാണെങ്കിൽ 3-4 ദിവസത്തെ ആ ഒരു ഗ്യാപ്പിൽ 3 പരിപാടി വരെ കിട്ടാറുണ്ട് നമുക്കൊരു ദിവസം. നമ്മൾ നിൽക്കാണ്ട് ഓടി മേടിക്കാറുണ്ട്. എന്തായാലും ഒരു പരിപാടിക്ക് പോയാൽ നമുക്ക് 2 ദിവസം ഒരു കൂലിപ്പണിക്ക് പോകുന്നതിനെക്കാട്ടി മെച്ചമായിട്ട് നമുക്കിത് കിട്ടാറുണ്ട്. ആദ്യം എല്ലാവർക്കും വലിയ സപ്പോർട്ടൊന്നുമില്ല, വീട്ടുകാരുടെ സപ്പോർട്ട് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുടുംബശ്രീയിൽ ആ ഗ്രൂപ്പിലുള്ള അമ്മമാർ, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചില പ്രായമായ അമ്മമാരുണ്ട്, അവർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഈ നാട്ടുകാരും കൂടി സപ്പോർട്ട് തന്നതോടുകൂടി നമ്മൾ പോകാനും നമ്മൾ കൊണ്ടുവരാനും ഒരാളെ ഏൽപ്പിക്കുകയും എല്ലാം കാര്യങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ആണുങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ. പ്രാദേശിക വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളെ പ്രാദേശികമായി ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കിയും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച നേട്ടമുണ്ടാക്കി. എന്നാൽ 70% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മികച്ച ഒരു പദ്ധതിയും നടന്നില്ല എന്നാണ് വിവിധ വകുപ്പുകൾ നടത്തിയ പഠനത്തിലും അന്വേഷണത്തിലും അനുഭവത്തിലും വ്യക്തമാകുന്നത്. ജനകീയാസൂത്രണ പദ്ധതി തുടങ്ങിയ കാലത്ത് ജനപങ്കാളിത്തത്തോടെയുള്ള നിരവധി പദ്ധതികളുണ്ടായി. റോഡും തോടും നിർമ്മിക്കുന്നതിൽ പോലും ഈ ജനപങ്കാളിത്തം പ്രകടമായി. പക്ഷേ വികേന്ദ്രീകരണ പ്രക്രിയയിൽ ജനപങ്കാളിത്തം കുറയുന്നതായാണ് സമീപകാല അനുഭവങ്ങൾ. ആസൂത്രണത്തിന് കൂടുതൽ സമയവും നിർവഹണത്തിന് കുറച്ച് സമയം എന്നായിരുന്നു. അപ്പോൾ 9, 10, 11 3 പഞ്ചവത്സര പദ്ധതികളിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണ മാർഗരേഖയിൽ ആസൂത്രണ നടപടിക്രമങ്ങൾ പരമാവധി ലളിതവൽക്കരിച്ചുകൊണ്ട് ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും സമയം വളരെ സംയോജിതമായ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ഘടനയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ള രീതിശാസ്ത്രം. UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായി. ആസൂത്രണ മേഖലയിലും അതിൻ്റെ നിർവഹണ മേഖലയിലും UDF ഗവൺമെൻറ് സുതാര്യമാക്കാനും അതോടൊപ്പം തന്നെ വേഗത കൊണ്ടുവരാനും വേണ്ടി പരിപാടികളിൽ സമഗ്രമായ മാറ്റം വരുത്തും. പദ്ധതി ആസൂത്രണ പ്രക്രിയ നേരത്തെ ഒരുപാട് കാലതാമസത്തോടു കൂടിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഇന്ന് ആസൂത്രണം വിരൽത്തുമ്പിലൂടെയാണ്. ഗ്രാമസഭ അംഗീകരിച്ച് പഞ്ചായത്ത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കമ്പ്യൂട്ടറിലൂടെ ഓൺലൈൻ വഴി പദ്ധതി കൊടുത്ത് അത് DPCക്ക് റിപ്പോർട്ട് ചെയ്ത് അതിലൂടെ ആഴ്ചകൾ കൊണ്ട് പദ്ധതി നിർവഹണത്തിലേക്ക് എത്താൻ കഴിയുന്നു. ആദ്യത്തെ വർഷം 5 വർഷത്തെ പദ്ധതി ഉണ്ടാക്കിയിട്ട് 2ാമത്തെ വർഷത്തെ പദ്ധതി 1ാമത്തെ വർഷം തന്നെ രൂപീകരിക്കാനും അതിൻ്റെ ചർച്ച നടത്താനും അവസരം കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. മാർച്ച് 31 മുമ്പ് തന്നെ എല്ലാ പദ്ധതികളും ജനകീയമായി തയ്യാറായി കഴിയും. അപ്പോൾ അതുകൊണ്ട് വളരെ മുൻകൂട്ടി ഈ പദ്ധതി ആസൂത്രണം ചെയ്താൽ ഈ സമയം പിന്നെ അതിൻ്റെ പ്രശ്നം വരുന്നതേ ഇല്ല. ഇത് എളുപ്പമാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശരിയാണ്, എളുപ്പമാക്കാനാണ് എല്ലാവർക്കും തോന്നുക. എളുപ്പമാക്കുന്നത് കേന്ദ്രീകൃത പ്രക്രിയയിലേക്കുള്ള പോക്കാണ്. പല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അത് ഇഷ്ടമാണ്. കാരണം വളരെ എളുപ്പമാണ്. തൻ്റെ കൃഷി ഓഫീസറോട് പറഞ്ഞാൽ മതി, പ്രോജക്റ്റായി, തനിക്കിത് പാസ്സാക്കാം. DPC എന്ന് പറയുന്നത് ജനകീയ പദ്ധതി എന്താണ് പദ്ധതി അംഗീകരിക്കുന്ന വേദിയല്ല. ഇതവിടെ കൊണ്ടുവന്നാൽ അത് പാസ്സാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പദ്ധതി അവർ ഉദ്ദേശിച്ചാൽ വേഗം പാസ്സാവും. അത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്, അത് തന്നെയാണ് കേന്ദ്രത്തിൽ നടക്കുന്നത്. പണ്ടത്തെ പഞ്ചായത്തിൽ അത് പറ്റില്ല. പഞ്ചായത്ത് ഒരു പദ്ധതി നിശ്ചയിച്ചാൽ ജനകീയമായി
നല്ലപോലെ ചർച്ച ചെയ്ത് അതിലെ പ്ലസും മൈനസും മനസ്സിലാക്കിയിട്ട് ആ പദ്ധതി പാസ്സാവുള്ളൂ. ആ വ്യത്യാസം താഴെ ഉണ്ടാവണം. എന്നാലേ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ദർശനം നമുക്ക് സാർത്ഥകമാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ വന്ന ഏറ്റവും വലിയ തകരാറ്. എല്ലാ ജനകീയതയും ഇല്ലാതാക്കുകയാണ്. പല അധികാരങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും വിട്ടുകിട്ടിയിട്ടില്ല. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും നടക്കുന്നില്ല. കൈമാറിയ അധികാരങ്ങളുടെ വൈപുല്യത്തിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തെ അവർക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൈമാറണമായിരുന്നുവെങ്കിൽ കേരളത്തിലെ വകുപ്പുകളുടെ പൊളിച്ചെഴുത്ത് അനിവാര്യമാകുമായിരുന്നു. ഇന്ന് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് സംവിധാനത്തെ പൊളിച്ചെഴുതുകയും അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന വകുപ്പുകളെ പൊളിച്ചെഴുതുകയും അവിടെ നിന്ന് ഓരോ വകുപ്പിന് കീഴിലുമുള്ള ഏതൊക്കെ അധിക പ്രവർത്തനങ്ങളാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിയത് അതിനനുസൃതമായ ഉദ്യോഗസ്ഥരെ താഴേക്ക് നൽകണമായിരുന്നു. അത്തരത്തിലുള്ള ഒരു അധികാര കൈമാറ്റത്തിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥ പുനർവിന്യാസം കേരളത്തിൽ നടക്കാതെ പോയി എന്നുള്ളതും അത് കേരളത്തിലൊരു രാഷ്ട്രീയ അജണ്ടയായില്ല എന്നുള്ളതുമാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം. പ്രകൃതിയെ അറിഞ്ഞുള്ള വികസനം യാഥാർത്ഥ്യമാക്കുവാൻ താഴെത്തട്ടിലുള്ള ജനപങ്കാളിത്തം അനിവാര്യമാണ്. ഭൂമാഫിയ ഭയങ്കരമായിട്ടുണ്ട്. എവിടെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അവരെ റെസിസ്റ്റ് ചെയ്യാൻ പല പഞ്ചായത്തിനും പറ്റുന്നില്ല. അത് പഞ്ചായത്ത് മെമ്പറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ശ്രദ്ധ കുറവുകൊണ്ടെന്ന് ഞാൻ പറയില്ല. പാർട്ടികളുടെ തീരുമാനമാണ്. ഞാനത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. പാറമടയുള്ളൊരു സ്ഥലത്ത് അവർ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് സംഗതികൾ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾക്കിത് ഇതിന് താല്പര്യമില്ല. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളിതിന് അപ്രൂവൽ കൊടുക്കുകയില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ഞങ്ങളെന്ത് ചെയ്യും? തദ്ദേശ സ്ഥാപനങ്ങൾ MP, MLA എന്നിവരുമായി യോജിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലും പുറകോട്ട് പോയി. ഈ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും പഞ്ചായത്തിനും MLAക്ക് എല്ലാവർക്കും തങ്ങളുടെ പദ്ധതിയായിട്ട് നടപ്പാവണം എന്നുള്ളൊരു ചിന്ത. എൻ്റെ ഒരു പ്രായോഗിക അനുഭവം അതാണ്. ഇത് പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധിയായ MLAയുടെയും ഒക്കെ എല്ലാവരുടെയും പദ്ധതിയായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സമ്പത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ലഭിക്കുക. ഇപ്പോൾ കൊടകര ബ്ലോക്കിലൊക്കെ ഒരു വർഷം ഒരു 40 കോടി രൂപയൊക്കെയാണ് വിവിധ മേഖലകളിൽ നിന്ന് പണം വരുന്നത്. പക്ഷേ ഇത് ഓരോ പഞ്ചായത്തുകൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. രാഷ്ട്രീയ അനൈക്യവും ഭരണാസ്ഥിരതയും വികസനം മുരടിപ്പിക്കുന്ന കാഴ്ചകളുമുണ്ടായി. പലരുടെയും കഴിഞ്ഞ 5 വർഷത്തെ അനുഭവ പാഠം ഇങ്ങനെ: തത്സമയം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ 5000 റുപ്യ ഒരു മാസത്തിൽ ചെലവഴിക്കുക എന്നല്ലാതെ മറ്റ് ഒരു ഭരണസമിതിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിനോ ഒരു സംഖ്യയും ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള ഒരു അനുമതി ഇങ്ങോട്ട് താഴോട്ട് എല്ലാം DPCയുടെ അനുമതി വേണം. നമ്മളോട് പറയും മാർച്ച് മാസത്തിൽ തന്നെ പദ്ധതിക്ക് അംഗീകാരം വാങ്ങണം, പ്രവർത്തനം നടത്തണം. നമ്മളത് 100% ഉൾക്കൊണ്ട് മാർച്ച് മാസത്തിൽ പദ്ധതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ വ്യത്യസ്തമായ ഉത്തരവുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതിന് പണം വെക്കണം, ഇന്ന പദ്ധതി. അങ്ങനെ വെക്കുമ്പോൾ ഇത് കൃത്യമായി ചെയ്യുന്ന, സുതാര്യമായി ചെയ്യുന്ന, സമയബന്ധിതമായി ചെയ്യുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്താൻ പറ്റാത്തതുണ്ട്. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും പങ്കാളിത്ത ജനാധിപത്യത്തിലൂടെ പ്രതിരോധവും വികസനവും യാഥാർത്ഥ്യമാക്കാം എന്നത് തന്നെയാണ് വികേന്ദ്രീകരണ ആസൂത്രണത്തിന്റെ വികസന പാഠം.